സാമൂഹ്യ സേവനമാണ് കൊച്ചു ഉമയുടെ കൊച്ചു മനസ്സിൽ ഇത്തരം ചിന്തകൾ കടത്തിവിട്ടതിന്റെ ഏറ്റവും വലിയ ഘടകം. 6 വയസ്സ് തൊട്ട് അച്ഛൻ പോകുന്ന സ്ഥലത്തെല്ലാം ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടാവും. അച്ഛൻ്റെ വലത്തെ കൈയാണ് ഞാൻ എന്നാണ് എല്ലാവരും പറയുക. അച്ഛൻ പോയിട്ട് ഓരോ സ്ഥലത്തും ഇങ്ങനെ മുറിയൊക്കെ കെട്ടാൻ പോകുമ്പോൾ ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കാനും അത് വാഷ് ചെയ്തിട്ട് അച്ഛന് കോട്ടൺ എടുത്ത് കൊടുക്കാനും എല്ലാം ഞാൻ തന്നെ ആയിരിക്കും കൂടെ. അങ്ങനെ എപ്പോഴും എവിടെ ഏത് കുളിപ്പിക്കാൻ പോകുമ്പോൾ പിന്നെ അച്ഛൻ ഈ പാവപ്പെട്ട ആളുകളൊക്കെ കുളിക്കാതെ കുറേ ആളുകളുണ്ട് തമിഴ്നാട്ടിൽ. അപ്പം അങ്ങനെയുള്ളവർക്ക് അസുഖം എന്തെങ്കിലും വരുമെന്ന് പറഞ്ഞാൽ അവിടെ പോയി കുളിക്കാൻ ഉള്ളത്. പിന്നെ അവർക്ക് ഈ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കുക, അതൊക്കെ അച്ഛൻ ചെയ്യുമായിരുന്നു. അച്ഛൻ ഒരു ഡോക്ടർ, അച്ഛന് പുണ്യമനം പറഞ്ഞൊരു ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടർ കൂടെ അച്ഛൻ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആൾക്കാർക്ക് ഇതിൻ്റെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ അച്ഛന് അറിവ് കിട്ടിയത്. ഡോക്ടർ പുണ്യമനത്തോടൊപ്പം പുണ്യപ്രവൃത്തികൾ ചെയ്തിരുന്ന പിതാവിനോട് പക്ഷേ സ്വന്തം മാതാവിന് പുച്ഛമായിരുന്നു. അതുകൊണ്ട് തന്നെ പൊരുത്തപ്പെടാനാവാതെ അവർ ഇംഗ്ലണ്ടിലേക്ക് ചേക്കേറി. കൊച്ചു ഉമയും കൈവിട്ട് 15 വർഷമായി അച്ഛനും മരിച്ചിട്ട് 1997 രോഗികൾക്കായി ഏതൊക്കെ ചികിത്സ എവിടെയൊക്കെ ലഭിക്കുമെന്ന് വ്യക്തമാക്കുന്ന ഡയറക്ടറി ഇറക്കുന്നതിനും കാരണമുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പല ആശുപത്രികളും കയറി ഇറങ്ങി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചികിത്സ എന്താണ്, രോഗം എന്താണ്, ചികിത്സ എന്നുള്ളത് അറിയാൻ വൈകിപ്പോയി. അപ്പോഴേക്കും മരണത്തിനോട് അടുത്തിരുന്നു. പിന്നെ അവസാനം ശ്രീചിത്രയെ പോയി ചികിത്സിച്ച് അവിടെ വെച്ച് മരിക്കാനുണ്ടായത്. ആ അവസരത്തിൽ പല ആശുപത്രിയിലെ രോഗികൾക്കും ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർ ചികിത്സ യഥാസമയത്ത് നടക്കാത്ത എന്നുള്ള സത്യം മനസ്സിലാക്കി അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത്. ഇപ്പോൾ ഒരു വൃക്ക മാത്രമായി വൃക്ക സംബന്ധമായുള്ള രോഗികൾക്ക് കൂടുതൽ ആശ്രയമായതിന് നിദാനം ഉമ വെളിപ്പെടുത്തുന്നു. ഒരു 1999 ഞാനൊരു കോയമ്പത്തൂർ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു ചെറിയ പയ്യനെ 10-26 വയസ്സുള്ള ഒരു പയ്യനെ പരിചയപ്പെട്ടു. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുകയായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ വേറൊരു പേഷ്യനെ കൊണ്ടുപോയതാണ്. എൻ്റെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ എന്താ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചെന്ന് വെച്ചപ്പോൾ ഡയാലിസിസ് ചെയ്തിട്ടാ പറഞ്ഞു. ഞാൻ എല്ലാവർക്കും കൊടുക്കാവുന്ന അഡ്വൈസ് ഞാൻ കൊടുത്തു. അത് ഡയാലിസിസ് ഒന്നും ഇത്ര ചെറുപ്പത്തിൽ ചെയ്യേണ്ട, എത്രയും പെട്ടെന്ന് അച്ഛനും അമ്മേനെയും വിളിച്ച് ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്നാൽ ഞാൻ മാറ്റി വെച്ച് തരാം. പെട്ടെന്ന് കൂട്ടം മുഖം മാറി. അങ്ങനെ ഞാൻ എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അച്ഛനും അമ്മയും മരിച്ചു പോയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാലും ഇനി വിഷമിക്കേണ്ട, ഒരു ചേച്ചി കൂടി ഉള്ളതായിട്ട് കൂട്ടിക്കോളൂ പറഞ്ഞു. അവിടെ വെച്ച് തന്നെ ഞാൻ കിഡ്നി കൊടുക്കാന്ന് പറഞ്ഞു. അവൻ ശരിക്കും അത് ഒരു തമാശയായിട്ടാണ് എടുത്തത്. അപ്പം തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ഗ്രൂപ്പ് ഓക്കെ ആയിരുന്നു. പിന്നെ അന്ന് ഞാൻ തിരിച്ചു വരാതെ ഒരു 10-13 ദിവസം അവിടെ നിന്ന് എല്ലാ ചെക്കപ്പും കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഒരാഴ്ച ഓഫീസിൽ ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സർജറിക്ക് വേണ്ടി പോകുകയാണെന്ന് പറഞ്ഞ് തിരിച്ച് പോയിട്ട് 1 മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ആ ട്രാൻസ്പ്ലാന്റേഷൻ ഞങ്ങളുടെ നടന്നു. അപ്പോഴാണ് എനിക്ക് ശരിക്കും ഇവരുടെ പ്രശ്നം. മറ്റേ നമ്മൾ ഇൻഫർമേഷൻ അല്ലേ കൊടുക്കുന്നുള്ളൂ, ഇവരുടെ കൂടെ ഒന്നും പോകുന്നില്ല. യഥാർത്ഥത്തിൽ കിഡ്നി പേഷ്യൻ്റ് ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ട്. കിഡ്നി കിട്ടാനുള്ള പ്രശ്നം, പിന്നെ മാറ്റി വെച്ചാലും ചിലവ്, മാറ്റി വെച്ചില്ലെങ്കിലും ഡയാലിസിസ് വേണം. ഇത്രമാത്രം കോംപ്ലിക്കേഷൻ ഉണ്ട് എന്നും
ആ ഒരു കിഡ്നി പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ആ കുടുംബം മുഴുവൻ നശിച്ചു പോവുകയാണ് എന്നുള്ള ഒരു സാമ്പത്തികമായിട്ട് അത്രയും ബുദ്ധിമുട്ട് വരികയാണ്. കുട്ടികളുടെ പഠിപ്പ് നിന്ന് പോവുകയാണ്. പെൺകുട്ടികളുണ്ടെങ്കിൽ അവരുടെ അച്ഛനൊക്കെയാണ് ഫെയിലിയർ വെച്ച് കല്യാണം നമുക്ക് കഴിച്ചു കൊടുക്കാൻ പറ്റാണ്ട് കിടപ്പാടം മണ്ണയപ്പെടുത്തി അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഇവർക്ക് മാറ്റിവെക്കലിന് വിധേയരാകാൻ വരുന്നവർക്ക് ഉറച്ച ആത്മബലമേകുന്നത് എന്താണെന്നോ? ട്രാൻസ്പ്ലാന്റിന് വേണ്ടി അവിടെ വരുമ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ കിഡ്നി കൊടുക്കാന്നുള്ള ധൈര്യം കിട്ടും. അവനെ കണ്ടു കഴിഞ്ഞാൽ കിഡ്നി വെച്ചാൽ സ്വസ്ഥമായിട്ട് ജീവിക്കാന്നുള്ള ധൈര്യം കിട്ടും. ഇതുവരെയായി 565 പേർക്ക് വൃക്ക മാറ്റിവെക്കലിന് സഹായം ചെയ്തു കൊടുത്തു. അവിടെയും പിടിച്ചു നിൽക്കാൻ പെടാപ്പാടുപെടുകയാണ് ഉമയുടെ ഗുരുവായൂർ കോട്ടപ്പടിയിലെ ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്റർ. ഇതിൽ പലരും വീണ്ടും കിഡ്നി ഫെയിലിയറായിട്ട് തിരിച്ചു വരാം. കാരണം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അവർക്ക് ഈ മാറ്റി വെച്ചതിന് ശേഷം മാസം 10,000 രൂപയോളം മരുന്ന് കഴിക്കാൻ ചിലവ് വരുന്നുണ്ട്. അത്ര പൈസ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം മാറ്റി വയ്ക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ആർക്കും ഇല്ല. സോ ഇവർ വീണ്ടും ഫെയിലിയർ ആവണേക്കാൾ നല്ലത് എപ്പോഴും ഡയാലിസിസിൽ പോവുകയാണെങ്കിൽ അവർ കിടപ്പാടൊന്നും പണയപ്പെടുത്താതിരിക്കാമല്ലോ. അപ്പോൾ ഡയാലിസിസ് നോക്കുമ്പോൾ നമ്മുടെ അവിടെ 800 രൂപ മുതൽ 1,400 രൂപ വരെ വിവിധ ആശുപത്രികളിൽ ചാർജ് ഈടാക്കുന്നുണ്ട്. അതും ആഴ്ചയിൽ 3 എണ്ണം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ പറ്റില്ല. സോ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഇതിനൊരു ഏറ്റവും ചെലവ് നിരക്കിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് അതിന് മെഡിക്കൽ കോളേജിലാണെങ്കിൽ 400 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയെന്ന് മനസ്സിലായി. അങ്ങനെ മെഡിക്കൽ കോളേജിൽ സ്ഥലം കിട്ടാൻ വേണ്ടി കുറേ മന്ത്രിമാരൊക്കെ പുറകെ നടന്നു. അത് നടപ്പിലായില്ല. പിന്നെ ഇവിടെ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മിഷൻ വാടകയ്ക്ക് എടുത്തിട്ടാണ് ആദ്യപടിയായിട്ട് ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയത്. 5 മിഷൻ വാടകയ്ക്ക് എടുത്തു. ദിവസം 10 പേർക്ക് ഡയാലിസിസ് ചെയ്തു കൊടുത്തു. അങ്ങനെ കഴിഞ്ഞ ഒരു വർഷം ഞാൻ ഇവിടെ UAE വന്നപ്പോൾ കുറേ സംഘടനകളുമായി പരിചയപ്പെടുകയും അവർ ഒരു 6 മിഷൻ സ്പോൺസർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ മിഷൻ ഉപയോഗിച്ച് നമ്മൾ 400 രൂപയ്ക്ക് ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ 400 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 700 രൂപയോളം ചിലവ് വരുന്നുണ്ട്. ബാക്കി വരുന്ന 300 രൂപ കണ്ടെത്തണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഗൾഫിൽ നിന്നുള്ള പലരും ഇതിന്റെ ഗുണഭോക്താക്കളാണ്. കൈരളി ഗൾഫ് ന്യൂസ് ഡയറിയിലൂടെ പരിചിതനായ ബാലചന്ദ്രൻ ഉൾപ്പെടെ. ഇപ്പോൾ തൃശ്ശൂരും പാലക്കാട്ടുമായി ഒതുങ്ങി നിൽക്കുന്ന തങ്ങളുടെ സേവനം സാമ്പത്തിക സഹായം ലഭിക്കുകയാണെങ്കിൽ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാൻ കഴിയുമെന്ന് ഇവർ അവകാശപ്പെടുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ തുടങ്ങാത്തത്. സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടെങ്കിൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നത്. ഔദ്യോഗികമായി രണ്ടാമത് UAE-യിലെത്തിയ തന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇവർ വിവരിക്കുന്നു. എനിക്ക് മാസം കുറച്ച് ചെറിയ ഒരു അമൗണ്ടെങ്കിലും സ്പോൺസർ ചെയ്യുന്ന കുറച്ച് ആളുകളെ കണ്ടെത്തണം. എന്നാൽ മാത്രമേ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനം നിർത്താതെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം അങ്ങനെ സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആളുകളെ കണ്ടുപിടിക്കുക. പാലക്കാട് കഴിയുമെങ്കിൽ സെക്കൻഡ് ഹാൻഡ് മിഷൻ സ്പോൺസർ ചെയ്യാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ കുറച്ച് മിഷൻ സംഘടിപ്പിക്കുക. അങ്ങനെയുള്ള ഇപ്പം നടത്തുന്ന പ്രവർത്തനം നല്ല രീതിയിൽ മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ UAE-യിൽ വന്നിട്ടുള്ളത്. കുറച്ച് ദിവസം കൂടി ഇവിടെ തങ്ങുന്ന ഉമ്മയുടെ കോൺടാക്ട് നമ്പർ 009715025908555 009715025908555. വെബ്സൈറ്റ് www.shantimedicalinfo.org.
വെബ്സൈറ്റ് www.shantimedicalinfo.org. ഇമെയിൽ umapreman@vsnl.net. ചില കുരുന്നുകൾക്ക് ജന്മനാൽ ലഭിക്കുന്ന സിദ്ധികൾ അത്ഭുതത്തെക്കാളേറെ ചിലപ്പോൾ നമുക്ക് കൗതുകമാണ് ഉളവാക്കുക. വെറും 4 വയസ്സുള്ള കിൻഡർഗാർട്ടൻ 1-ൽ പഠിക്കുന്ന അയ്യായിരം 10,000 ഈ സ്ഥാപനത്തിന് വേണ്ടി മുടക്കാൻ പറ്റില്ല. എല്ലാവരും സാധാരണക്കാരാണ്. ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ആളുകൾ എല്ലാവരും മിഡിൽ ക്ലാസ് ആണ്. അവർക്ക് അറ്റ്ലീസ്റ്റ് മന്ത്ലി 100 രൂപയെങ്കിലും തരാവുന്ന ഒരു കപ്പാസിറ്റിയേ ഉള്ളൂ. അത്തരക്കാരുടെ സഹായം ഇനിയും ഉണ്ടാവും. മാനവ സേവയാണ് മാധവ സേവ എന്ന് കരുതുന്ന ഉമാപ്രേമൻ സാമൂഹ്യ സേവന രംഗത്തെ തന്റെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനായി ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നു. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു ഡയാലിസിസ് യൂണിറ്റ് വരണം. സർക്കാർ ആശുപത്രിയിൽ സൗകര്യങ്ങൾ കുറവും ചികിത്സ ഉള്ളതുകൊണ്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു സബ്സിഡൈസ്ഡ് ഡയാലിസിസ് യൂണിറ്റ് കൊണ്ടുവരണം. അപ്പം നമുക്ക് തൃശ്ശൂരും പാലക്കാടേ ഉള്ളൂ. ഇനിയുള്ള ഡിസ്ട്രിക്റ്റിലൊക്കെ കൊണ്ടുവരണം. ഒരു കിഡ്നി ഫൗണ്ടേഷൻ ചെയ്യണം. അത് ഈ പേഷ്യൻസിന് മാത്രമായിട്ട്. പിന്നെ സാധാരണ രീതിയിൽ ഹെൽത്ത് കാർഡ് ഇഷ്യൂ ചെയ്യണം എല്ലാവർക്കും. ഒരു ഗ്രാമങ്ങളിലൊക്കെ മെഡിക്കൽ ഇൻഫർമേഷൻ കൊടുത്ത് അവിടെയുള്ള ആളുകളുടെ BPയും ഹൈറ്റും വെയിറ്റും എല്ലാം നോക്കി ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്ത് അവർക്ക് ഒരു ഹെൽത്ത് കാർഡ് ഇഷ്യൂ ചെയ്യണം. ബോധവൽക്കരണ ക്ലാസ്സുകൾ ഒരുപാട് നടത്തണം. ആരോഗ്യപരമായിട്ട് എല്ലാവർക്കും ആരോഗ്യം, അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളതാണ് എൻ്റെ ഭാവിയിലുള്ള ഒരു പരിപാടി. ആരോഗ്യരംഗത്തെ ഓരോ സുപ്രധാന മാറ്റങ്ങളും പുരോഗതികളും സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഉമാപ്രേമൻ അവയെല്ലാം തൻ്റെ മുന്നിലെത്തുന്ന രോഗികൾക്ക് ലഭ്യമാക്കുന്നതിനായുള്ള പ്രയത്നത്തിലാണ്. മനുഷ്യ സേവനം തൻ്റെ ജീവിത ദൗത്യമാക്കി മാറ്റിയ ഉമയെ സഹായിക്കാൻ സദാ കർമ്മനിരതരായ പ്രവർത്തകരും ശാന്തിയിലുണ്ട്. മസ്തിഷ്ക മരണാവസ്ഥയിലായാൽ തൻ്റെ ശരീര അവയവങ്ങൾ ആവശ്യക്കാരായ രോഗികൾക്ക് നൽകണമെന്ന് രേഖപ്പെടുത്തിയ സമ്മതപത്രവും ബാഗിലിട്ട് നിർധനരായ രോഗികൾക്ക് ആശ്വാസം എത്തിക്കാനുള്ള അക്ഷീണ പരിശ്രമം തുടരുകയാണ് ഉമാപ്രേമൻ. കൊച്ചു കൊച്ചു സ്വപ്നങ്ങളുടെ ലാഭനഷ്ട കണക്കുകൾ വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട്. സമാന്തരത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം സമാന്തരം അമൃത TV, തിരുവനന്തപുരം. ഇമെയിൽ സമാന്തരം@amrutatv.com.